ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ മൈസൂർ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്കിനി സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൈസൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ടൈം 12 മണിക്കാണ്. ഞങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് സൈറ്റ് സീയിങ്ങിന് പോവാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വന്നിട്ട് റൂമിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഹോട്ടലിൽ പോയി നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. ആവശ്യം ഹെവി ലഗേജൊക്കെ അവിടെ ഇറക്കി നമ്മൾ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ പാലസ് ആണ്. അവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകണത്. എത്ര ദൂരമാണ് ഇവിടെ നിന്നൊന്നും നമുക്കറിയില്ല. വരും വഴി നമുക്ക് കാണാം. ഇവിടെയൊക്കെ നല്ല രസം കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാലസ് കാണാൻ പോകുള്ളൂ, എന്നാലും പോകുന്ന വഴിയൊക്കെ നല്ല സൂപ്പർ ആട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളുണ്ടല്ലോ, എന്ത് ഭംഗിയാ. ഇവിടെ നോക്കിയാൽ ഗുൽമോഹർ ട്രീ സൂപ്പർ, ഫുൾ റെഡ് ഫ്ലവർ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കേട്ടോ നമ്മുടെ മൈസൂർ പാലസിന്റെ എൻട്രി ഇവിടെയാ. അപ്പോ വണ്ടി ആദ്യം പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകണം. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കൊണ്ടുണ്ട്. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണമെന്ന്. അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ എൻട്രി ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങേ സൈഡിൽ നല്ല അടിപൊളി മാങ്ങയും പേരയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടുണ്ട്. നല്ല സൂപ്പർ വലിപ്പമുള്ള നല്ല പച്ച മാങ്ങയാണോ പഴുത്ത മാങ്ങയാണോ എന്നറിയില്ല. പേരയ്ക്ക, കുക്കുംബർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ ക്യൂവിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ ടിക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളും ഇതാ പോകാൻ പോണ്. വണ്ടി അവിടെ സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയേക്കണം. നമ്മളങ്ങനെ മൈസൂർ പാലസിലേക്ക് എൻട്രൻസിൻ്റെ അടുത്തുനിന്ന് ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതേ റെയിൻകോട്ടൊക്കെ വാങ്ങി കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൻകോട്ടൊക്കെ എടുത്തിടേണ്ടി വന്നു. കുറേ ആൾക്കാർ കുട ചൂടി പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ റെയിൻകോട്ടിലാണ്. മഴയാണ് കേട്ടോ, മഴ മഴയത്തുള്ളൊരു ടൂറാണ് ഞങ്ങളുടെ ഇന്നത്തെ ടൂർ. കുറേ പേര് റെയിൻകോട്ട്, കുറേ പേര് കൊട, കുറേ പേര് തൊപ്പി ഒക്കെ ആയിട്ടാണ് പോണത്. ഭയങ്കര റഷാട്ടോ, ഒരു രക്ഷയില്ല. എന്ത് റഷാന്നറിയാമോ? എന്തായാലും നമ്മുടെ ടീമുകളെല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യം ചെരുപ്പക്കൂരി കൊടുക്കണമായിരുന്നു. അപ്പോൾ ചെരുപ്പക്കൂരി കവറിലിട്ട് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതാ എല്ലാവരും വന്നുകൊണ്ടിരിക്കണം. ഒരുപാട് ജനങ്ങളിപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ഒത്തിരി റഷാണ്. കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാണ്. ഇതാണ് ഇവിടുത്തെ തിരക്ക്, ഭയങ്കര തിരക്കാ. എങ്ങനെ പാലസൊക്കെ കണ്ട് തിരിച്ചു വരും എന്നറിയില്ല. കാണാൻ നല്ല സൂപ്പറാട്ടോ. അതേപോലെ തന്നെ സൈഡിൽ കൂടെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ലൈനിലൂടെ വന്ന്
പിന്നെ നമ്മളൊരു മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. പിന്നെ ആ ഒരു ഗാലറിയിൽ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ ഈ പാലസിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ പാലസിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വർക്കൊക്കെയാണ് അതിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. മുകളിലായാലും പിന്നെ താഴെ ആയാലും ഫ്ലോറിൽ പിന്നെ സൈഡുകളിലൊക്കെ ഒരുപാട് കൊത്തുപണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മാർബിള് ടൈല് കാര്യങ്ങളെല്ലാം അടിപൊളി കേട്ടോ. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളായാലും കാണാൻ നല്ല രസമാണ്. ഒരുപാട് ഗോൾഡൻ വർക്കുകൾ കാണാം നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വി ഷേപ്പിലും വളഞ്ഞുള്ള ആ ഒരു ഷേപ്പിലൊക്കെ അവരിങ്ങനെ ചുമരൊക്കെ ആ രീതിയിലൊക്കെയാണ് പണിതേക്കണേ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അത് നല്ല ഹൈറ്റിലാണ് കൊടുത്തേക്കണേ. നല്ല വെന്റിലേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ സൈഡിൽ കൂടെയൊക്കെ പണ്ടത്തെ നമ്മുടെ രാജാക്കന്മാരുടെ സമയത്തുള്ള ആ കാര്യങ്ങളെല്ലാം അവർ സൈഡിൽ കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗ്ലാസ്സൊക്കെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പിന്നെ പാലസിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുറേ ഇങ്ങനെ ഏരിയ നടന്ന് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ലൈൻ തെറ്റാതെ കൈയൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. കാരണം എവിടെയെങ്കിലും നമ്മുടെ കൈ വിട്ടുപോയാൽ പിന്നെ ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ പാടായിരിക്കും. പിന്നെ ആ സൈഡിൽ കൂടെയൊക്കെ ഫോട്ടോസൊക്കെ ഒത്തിരി വെച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ പണ്ടത്തെ ഒരുപാട് ഫോട്ടോസൊക്കെ അവർ ഇങ്ങനെ ആ ചുമരുമയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം നടന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ഡെക്കറേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഇഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പില്ലർ ഉള്ളിൽ പാലസിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന പില്ലർ സൂപ്പറാട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു കോർട്ട് ഉണ്ട്. നമുക്കത് ഉള്ളിൽ നിന്ന് നമ്മൾ ഗാലറി കൂടെ നമ്മൾ വരാന്തയിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോർട്ട് യാർഡൊക്കെ കാണാം കേട്ടോ. അതൊക്കെ നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൊത്തുപണികളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. ചുമരുമേയും പില്ലറുമേയും മുകളിലും ഒക്കെ കൊടുത്തിരിക്കുന്ന കൊത്തുപണിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. പിന്നെ താഴെ ഫ്ലോറിലായാലും കേട്ടോ ഒത്തിരി നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് താഴത്തെ ഫ്ലോറിൻ്റെ വർക്കൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ നിന്ന് പോവും. കാരണം നമുക്കിങ്ങനെ പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ അതിശയിച്ച് പോകും. അത്രയും ഭംഗിയുള്ള സൈസ് വർക്കുകളാട്ടോ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഉള്ളിലൊക്കെ നമുക്ക് 1-2 സ്ഥലത്തൊക്കെ മാത്രമേ സെക്യൂരിറ്റീനെ കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ അങ്ങനെ ഒരു കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര തിങ്ങിക്കൂടി ഇങ്ങനെ ജനം ശരിക്കും പറഞ്ഞാൽ ഒഴുകാണെന്ന് പറയണം. ആ രീതിയിൽ ഒരുപാട് ആൾക്കാരാണ് ഇടിച്ചു കയറുന്നത്. മഴയായാലും അന്നത്തെ ദിവസം ഞങ്ങൾ പോയപ്പോൾ അവിടേക്ക് പാലസിലേക്കൊക്കെ എത്തി നമ്മൾ കയറേണ്ട സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് റെയിൻകോട്ടൊക്കെ ഇടേണ്ടി വന്ന മഴയായിരുന്നു. എന്നാലും പിന്നെ ഉള്ളിൽ കിടന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് റെയിൻകോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ മാറ്റി കയ്യിൽ പിടിച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ നോക്കി നിങ്ങൾ ഉള്ളിലത്തെ വർക്ക് കളറൊക്കെ കൊടുത്തേക്കുന്നത് കണ്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നമുക്കിങ്ങനെ കാണാം. ഓരോ വിങ്ങിലും നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അത് പലതരത്തിലിങ്ങനെ മാച്ച് ചെയ്യുന്ന മരത്തെ സൈസ് വിങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക ഒരു എക്സ്പീരിയൻസും ആയിരുന്നു. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങളപ്പോൾ പാലസിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. സിംഗിളായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളിതാ അങ്ങനെ പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് മുറ്റം കാര്യങ്ങളൊക്കെ കാണാം. അതും ഒരു പ്രത്യേക ഭംഗിയാണ്. പുറത്തേക്കുള്ള വ്യൂ കാര്യങ്ങളെല്ലാം എല്ലാവിടെയും നല്ല ഒരു ഡെക്കറേറ്റീവ് രീതിയിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഒത്തിരി വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഇതേപോലെയൊക്കെയുള്ളൊരു വരാന്തയിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത്രയും മഴയൊക്കെ ആയിട്ട് പോലും ഒരുപാട് ജനങ്ങളിങ്ങനെ വന്ന് ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു പോകണ്ടെന്നുള്ളത് ഭയങ്കര ഒരു അതിശയമാണ്. പിന്നെ ഇവിടുത്തെ പില്ലറുകളൊക്കെ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ പല ഏരിയയിൽ പല രീതിയിലൊക്കെയാണ് കൊടുത്തേക്കണത്. അപ്പം അങ്ങനെ കുറേ നേരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ ഇനി മുകളിലൊക്കെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരണം. നമ്മൾ ഒത്തിരി സ്റ്റെപ്പുകളൊക്കെ കയറി തിങ്ങിക്കൂടിയാണ് തിങ്ങിക്കൂടിയൊക്കെയാണ് മുകളിലേക്ക് പോയായിരുന്നു. ഇപ്പോൾ അതേപോലെ തന്നെ മുകളിൽ നിന്നും അതേ രീതിയിൽ തന്നെ ഇറങ്ങി വരണം. പോകുന്നത് ഒരു വഴിക്കും എക്സിറ്റ് വേറെ വഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു കേട്ടോ.
ഭയങ്കര റഷായിരുന്നു. ഒരു കണക്കിനാണ് ഞങ്ങൾ കാണാനൊക്കെ പോയത്. ഉള്ളിൽ ഓരോരോ ഏരിയകളിലേക്കും ഇടിച്ച് നുഴഞ്ഞ് കയറിയിരിക്കുകയാണ് കണ്ടത്. ഭയങ്കര കാര്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചാണ് ആൾക്കാർ പോകണ്ടായിരുന്നു. പുറത്തേക്ക് കിടന്നപ്പോൾ വലിയൊരു ആശ്വാസം. നല്ല കാറ്റും കയറുന്ന നേരത്ത് മഴയും റെയിൻകോട്ടും ചൂടും ആൾക്കാരെല്ലാവരും കൂടി ഇടിച്ച് കയറി ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പം നല്ല അടിപൊളി. ഐഫോൺ ചേച്ചി വാ. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതേ ഇവിടെ അകത്തേക്ക് കയറി പോകാനുള്ള ഒരു ക്യൂ കാണാം കേട്ടോ. ഇവിടെ ചേട്ടൻ്റെ ഓടക്കുഴലൊക്കെ ഒതുക്കൊണ്ടിരിക്കുന്നു. ഇത് അടുത്ത് ഇവിടെ ഫിഷറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ ചേട്ടൻ എവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ നോക്കണം. ഇവിടെ നല്ല വുഡൻ സ്പാച്ചുലകളൊക്കെ വിൽക്കുന്നുണ്ട് അവര്. മരം കണ്ടു കഴിഞ്ഞാൽ ഉണക്കമരം അല്ലേ ഇത്? ചേട്ടാ ഇതിന്റെ കോട്ടയുടെ ഇത് ശ്രദ്ധിച്ചോ? ആള് ശ്രദ്ധിച്ചോ? അതിന്റെ ഇതാണ് കേട്ടോ ശരിക്കും മൈസൂർ പാലസിന്റെ എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ കാണുന്നത്. കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. മൈസൂരു ദസറ എക്സിബിഷൻ അങ്ങേ സൈഡിൽ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട് ബാക്കിൽ. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്താറായി. ഹോട്ടലിലെത്തി നമ്മുടെ സൂട്ട് കേസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഉള്ളിലൊക്കെ വെച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ്. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പിൽ മൈസൂർ പാലസ്, മൈസൂർ സൂ, പിന്നെ ഇതാ വൃന്ദാവൻ, ചാമുണ്ഡി ഹിൽസ്, പിന്നെന്താ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെക്കിനായിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടന്മാർ രണ്ടുപേരും കൂടെ. അപ്പോൾ അതേ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇതാണ് കേട്ടോ. മൈസൂര് നമ്മൾ എത്തി നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇതാണ്. പിന്നെ ഇവിടെ 3 ചെയറും ഒരു ടേബിളും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റിംഗ് ഉണ്ട്, TV ഉണ്ട്, പിന്നെ അവിടെ ഒരു കബേർഡ് ഉണ്ട്, മിററുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം ഇതാ ഈ ഒരു സെറ്റപ്പ് ആട്ടോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളി വാഷ്റൂം കാര്യങ്ങളൊക്കെ. ഇവർ കടന്ന് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫാനുണ്ട്, AC ഉണ്ട്, നല്ല റൂമാണ്, കുഴപ്പമില്ല, അടിപൊളി.
എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വെച്ചിട്ടുണ്ട്, ടെലിഫോണുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സ്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ള റൂം കിട്ടിയേക്കണേ. ഇവിടുന്ന് അങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് നമുക്കിങ്ങനെ താഴേക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാനായിട്ട് കയറിയേക്കുന്നതാണ്. ഉടനെ തന്നെ നമുക്ക് ഇറങ്ങണം, അധികം സമയമൊന്നുമില്ല. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. പിന്നെ ലഞ്ച് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് അനിയത്തിയുടെ റൂമാണ്. അപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്ന റൂമും നമ്മുടെ പോലത്തെ തന്നെ സെയിം, ചേഞ്ച് ഒന്നുമില്ല. സെയിം റൂമും ടേബിള് കാര്യങ്ങളെല്ലാം സെയിം സെറ്റപ്പ്. രണ്ടു കൂട്ടർക്കും ഞങ്ങൾക്ക് അടുത്തടുത്ത് തന്നെ റൂം കിട്ടിയേക്കണം. അപ്പോൾ നമുക്ക് പോകാം, ഇനി ഇറങ്ങാം. അപ്പോൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷായി ഇനി പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇനി നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മൈസൂർ സൂ കാണാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി സൂ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. എല്ലാം കൂടെ നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.